FW ടൈലർ, അതായത് ഫെഡറിക് വിൻസ്ലോ ടൈലർ, TAYLOR. ഫെഡറിക് വിൻസ്ലോ ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, അതിന്റെ നേച്ചറൊക്കെ പറഞ്ഞു, അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ. അപ്പോൾ പ്രിൻസിപ്പിൾസ് അതായത് തത്വങ്ങൾ, മാനേജ്മെന്റ് തത്വങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ചില വ്യക്തികൾ. അത് ഒരാള് ഫെഡറിക് വിൻസ്ലോ ടൈലർ, രണ്ടാമത്തെ ആള് ഹെൻറി ഫയോൾ. ഇങ്ങനെ രണ്ട് പേരാണ് പ്രധാനമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതില് നമ്മൾ എപ്പോഴും പഠിക്കാൻ പോകുന്നത് FW ടൈലർ, അതായത് ഫെഡറിക് വിൻസ്ലോ ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്, ടൈലറുടെ ശാസ്ത്രീയ മാനേജ്മെന്റ്. ഏത് സ്ഥാപനമായാലും ശരി തന്നെ, കൾച്ചറൽ ഓർഗനൈസേഷൻ ആയാലും കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആയാലും സർവീസ് റെൻഡറിംഗ് ഓർഗനൈസേഷൻ ആയാലും, സർവീസ് റെൻഡറിംഗ് ഓർഗനൈസേഷൻ ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സർവീസ് റെൻഡറിംഗ് ഓർഗനൈസേഷൻ ആണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം എന്താണ്? സർവീസ് റെൻഡറിംഗ് ഓർഗനൈസേഷൻ ആണ്. വാണിജ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പല വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങളിൽ തിയേറ്ററൊക്കെ വരും. അശോക് സിനി ഹൗസ്, സീതാ ബേക്കറി, അങ്ങനെ പല കടകൾ വരും. അതെല്ലാം വാണിജ്യ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ വാണിജ്യ സ്ഥാപനങ്ങളായാലും അവിടെയും എന്താവശ്യമാണ്? മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായി എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. FW ടൈലറാണ് ആ ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. FW ടൈലർ was an American mechanical engineer. He is known as the father of scientific management. ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ഫൗണ്ടർ, സ്ഥാപകൻ. സ്ഥാപകൻ എന്നുള്ള വാക്കിനെക്കാളും കൂടുതൽ യോജിക്കുന്നത് പിതാവ്. ആർക്കിടെക്ട്, ശില്പി എന്നൊക്കെ പറയാം. ശാസ്ത്രീയ മാനേജ്മെന്റ് ശില്പി അല്ലെങ്കിൽ പിതാവാണ് FW ടൈലർ. എന്താണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്? ആപ്ലിക്കേഷൻ ഓഫ് എ സയൻസ് to management practices. Scientific management means application of a science to management practices. Management കാര്യങ്ങളിൽ ശാസ്ത്രം നടപ്പിലാക്കുന്നതിന് ആണ്, ശാസ്ത്രം ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ മാനേജ്മെന്റ് കാര്യങ്ങളിൽ ശാസ്ത്രം ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ അത് സ്വല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കാർഷിക കാര്യങ്ങളിൽ ശാസ്ത്രം ഉപയോഗിക്കുന്നു എന്ന് പറയാറുണ്ട്. കാർഷിക കാര്യങ്ങളിൽ ശാസ്ത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോഴ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ചെടിയുടെ ചുവട്ടില് ഒരു മഗ് വെള്ളം കൊണ്ടൊഴിക്കുന്നു. അപ്പോഴ് യഥാർത്ഥത്തിൽ അത്രയും വെള്ളം അതിന് ആവശ്യമില്ലായിരിക്കും. ചെറിയ ചെടിയായിരിക്കും, കുഞ്ഞു ചെടിയാണ്, അതിന് അത്രയും വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഒരു മഗ് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വെള്ളം അതിന് മതി. പക്ഷെ നമ്മൾ ഒരു മഗ് വെള്ളം ഒഴിക്കുകയാണ്, അപ്പോൾ ആ വെള്ളം വേസ്റ്റായി പോവുകയാണ്. അതേസമയം ഒരു പ്ലാസ്റ്റിക് ബോട്ടിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ചുവട്ടിൽ 2-3 സുഷിരങ്ങളിട്ട് ആ ചെടിയുടെ ചുവട്ടിൽ വെക്കുകയാണെങ്കിൽ, ബോട്ടിലിന്റെ ചുവട്ടിൽ 2-3 സുഷിരം ഇടുക, എന്നിട്ട് ചെടിയുടെ ചുവട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ? എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ എന്ത് കാണും? നനവുണ്ടായിരിക്കും. ജലം അല്ലെങ്കിൽ വെള്ളം വേസ്റ്റായി പോകുന്നില്ല. ഇതാണ് ശാസ്ത്രീയമായ കൃഷി. അപ്പോൾ സയൻസ് അപ്ലൈ ചെയ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സയൻസ് അപ്ലൈ ചെയ്യൽ എന്ന് പറയുന്നത്. അതേപോലെ മാനേജ്മെന്റ്, ഒരു സ്ഥാപനം മാനേജ് ചെയ്യുമ്പോൾ ശാസ്ത്രം നമുക്ക് ഉപയോഗിക്കാം. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജ്മെന്റ് പ്രാക്ടീസസ്. ആപ്ലിക്കേഷൻ ഓഫ് എ സയൻസ് using science for what? For the management of an organization. That is called scientific management. Then we can go to the definition of FW Taylor's scientific management.
വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ നിർവചനം എന്താണ്? FW ടൈലർ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ രീതി അനുസരിച്ച് നിർവചനം ഡെഫിനിഷൻ ഒന്നും ബൈഹാർട്ട് ആക്കേണ്ടതെന്നാണ്. പക്ഷേ NCERT ടെക്സ്റ്റിൽ പ്രത്യേകം ആ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം, പഠിക്കാതിരുന്ന് കളയരുത്. ഇപ്പോൾ നമ്മൾ ഈ FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഡെഫിനിഷൻ: knowing exactly what you want men to do and seeing that they do it in the best and cheapest way. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോയിങ് എക്സാക്ട്ലി, നോയിങ് കറക്റ്റ്ലി what you want men to do. What you want, you means management. What you want men to do. There are so many staff in an organization. Men means that staff. Men എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫിനെയാണ്. Knowing exactly what you want men to do and seeing that they do it in the best and cheapest way. അപ്പോഴ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെന്നാണ്. നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു. അതായത് ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് മാനേജ്മെന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു 100 പേര് സ്റ്റാഫായിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും എന്തൊക്കെ ജോലി ചെയ്യണം എന്ന് മാനേജ്മെന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് സീയിങ് ദാറ്റ്, എന്നിട്ട് നോക്കി കാണണം എന്ന് പറഞ്ഞാൽ അവര് they do it in the best and cheapest way. Best and cheapest. Best and എന്നല്ല, best and cheapest way. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, അതുപോലെ ചിലവ് കുറച്ച് തന്നെയാണോ ഈ വ്യക്തികൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് സ്റ്റാഫ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കുക. അതിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ചില ജോലികൾ അങ്ങോട്ട് സ്റ്റാഫിന് കൊടുത്തു, സ്റ്റാഫ് കൃത്യമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ടോ, ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, ചെലവ് കുറച്ച് തന്നെയാണോ ചെയ്യുന്നത് എന്ന് നോക്കിക്കാണുക. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ആക്കാൻ സിമ്പിൾ. ഇനി ഇവിടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, തത്വങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതില് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, തത്വം എന്ന് പറയുന്നത്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ് പറയുന്നത്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ശാസ്ത്രമാണ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. തമ്പ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ രീതി, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള പഴഞ്ചൻ രീതി. പഴഞ്ചൻ രീതിയല്ല ശാസ്ത്രം. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. പഴഞ്ചൻ രീതിയല്ല ശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് FW ടൈലർ പറയുന്നതാണ്. എന്താണ് FW ടൈലർ പറയുന്നത്? FW ടൈലർ suggested that it is essential, it is necessary to replace rule of thumb approach of management. Scientific management can save time, energy, etc. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സമയം ലാഭിപ്പിക്കാൻ കഴിയും, എനർജി ഊർജം ലാഭിപ്പിക്കാൻ കഴിയും. ശാസ്ത്രീയ നടത്തിപ്പ് എന്ന് പറയുമ്പോൾ ഊർജം ലാഭിപ്പിക്കാൻ കഴിയും, അതുപോലെ തന്നെ സമയം ലാഭിപ്പിക്കാൻ കഴിയും. ശാസ്ത്രമാണ് നോട്ട് റൂൾ ഓഫ് തമ്പ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം യൂസ് ഓഫ് ഇന്റർനെറ്റ് ഉപയോഗിക്കൽ. ഇപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോഴ് ക്ലാസ്സിൽ വളരെ ഉച്ചത്തിലൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു, അതിന്റെ കാര്യമില്ല. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ ഊർജത്തിന്റെ കാര്യമില്ല, അതുപോലെ സമയവും ലാഭിപ്പിക്കാൻ പറ്റും.
പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എടുത്തു വെച്ച് നോക്കാൻ പറ്റും. അധ്യാപകർക്ക് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. അതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. യൂസ് ഓഫ് ഇന്റർനെറ്റ് ആണ് എക്സാം. നെക്സ്റ്റ് വി കൻ ഗോ ടു ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി എന്ന് പറഞ്ഞാൽ സ്വരച്ചേർച്ച. സ്വരച്ചേർച്ച. നോട്ട് ഡിസ്കോർഡ്, ഭിന്ന സ്വരമില്ല. സ്വരച്ചേർച്ച വേണം, ഭിന്ന സ്വരം ഇല്ല എന്ന് പറഞ്ഞാൽ F.W. Taylor suggested that there should be complete harmony between management and workers. Management requires workers, workers require management. അതായത് മാനേജ്മെന്റിന് വർക്കേഴ്സിന് ആവശ്യമുണ്ട്, അതുപോലെ വർക്കേഴ്സിനെയും മാനേജ്മെന്റിന് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരിക്കണം, ഭിന്ന സ്വരം പാടില്ല. മാനേജ്മെന്റും വർക്കേഴ്സും തങ്ങളിൽ അഭിപ്രായ ഭിന്നത പാടില്ല. മാനേജ്മെന്റ് പറയുന്നത് വർക്കേഴ്സ് കേൾക്കണം, വർക്കേഴ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റും കേൾക്കണം. അതാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ബെനിഫിറ്റ്, ഈ ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ ഗുണം അതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് only through a complete harmony between management and workers. How it can be achieved? It can be achieved through mental revolution on the part of both the management and the workers. മാനേജ്മെന്റും വർക്കേഴ്സും തങ്ങളിൽ മാനസികമായ ഒരു മാറ്റം ഉണ്ടായിരിക്കണം. വർക്കേഴ്സിന് മാനേജ്മെന്റിനെ ബഹുമാനിക്കാൻ അറിയണം, അവര് പറയുന്നത് കേൾക്കണം. അതുപോലെ മാനേജ്മെന്റ് വർക്കേഴ്സ് പറയുന്നത്, വർക്കേഴ്സിന്റെ നിർദ്ദേശങ്ങളും പാലിച്ചു പോകണം. അങ്ങനെ മെന്റൽ റവല്യൂഷനിലൂടെ, അതാണ് മെന്റൽ റവല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, മാനസിക വിപ്ലവം എന്ന് പറയുന്നത്. മെന്റൽ റവല്യൂഷനിലൂടെ ഈ പ്രിൻസിപ്പിളിന്റെ ബെനിഫിറ്റ് നേടിയെടുക്കാൻ കഴിയും എന്നാണ് F.W. Taylor പറയുന്നത്. Mental revolution provides maximum efficiency to employees, to workers. Mental revolution maximum efficiency employeesന് നൽകുന്നുണ്ട്. ഈ മെന്റൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് മാത്രം എക്സ്പ്ലെയിൻ മെന്റൽ റവല്യൂഷൻ എന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഹാർമണി നോട്ട് ഡിസ്കോർഡ് ആണ് എഴുതേണ്ടത്. ഹാർമണി നോട്ട് ഡിസ്കോർഡ് എഴുതി കഴിയുമ്പോൾ വാട്ട് ഈസ് മെന്റൽ റവല്യൂഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മെന്റൽ റവല്യൂഷൻ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാം 2020 മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? മെന്റൽ റവല്യൂഷൻ ആയിരുന്നു. Then third principle, cooperation not individualism. Cooperation, സഹകരണം വേണം, നോട്ട് ഇൻഡിവിജ്വലിസം. തൻ കാര്യം എന്നുള്ളത് പാടില്ല, സഹകരിച്ചു മുന്നോട്ട് പോകണം. അവനവനിസം, കളിയാക്കി അങ്ങനെയൊക്കെ പറയാറില്ല, അവനവനിസം എന്നൊക്കെ. തൻ കാര്യം പാടില്ല, എന്റെ മാത്രം കാര്യം എന്നുള്ളത് പാടില്ല. അതാണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, തീർച്ചയായിട്ടും മാനേജ്മെന്റും വർക്കേഴ്സും തങ്ങളിൽ നേരത്തെ ഹാർമണി ഉണ്ടായിരിക്കണം, സ്വരച്ചേർച്ച ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ വർക്കേഴ്സും മാനേജ്മെന്റും തങ്ങളിൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നേരത്തെ പറഞ്ഞതും ഇപ്പോഴും പറഞ്ഞതും തീർച്ചയായിട്ടും ഏതാണ്ട് ഒരുപോലുള്ള പ്രിൻസിപ്പിളാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ ഒരു വിപുലീകരണമാണ് ഏതെന്ന് പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് നമുക്ക് പറയാം. അപ്പോഴേ അതും മനസ്സിലായി, ഇൻഡിവിജ്വലിസം പാടില്ല എന്നുള്ളതാണ് പറയുന്നത്, അവനവന്റെ കാര്യം എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് മാക്സിമം നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. മാക്സിമം നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്, പരമാവധി നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്.
അതായത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഷുഡ് ട്രൈ ടു അച്ചീവ് മാക്സിമം ഔട്ട്പുട്ട്. ദേ ഷുഡ് ട്രൈ ടു അച്ചീവ്, both management and workers should try to achieve maximum output. They try to achieve maximum production എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതായത് വർക്കേഴ്സും മാനേജ്മെന്റും പരമാവധി ഉൽപാദനം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പോകണം. ഔട്ട്പുട്ടിന് നിയന്ത്രണം പാടില്ല. പരമാവധി ഉൽപാദനം എന്നുള്ള തത്വത്തെ ആസ്പദമാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പിരിറ്റി എന്നുള്ളതാണ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേ വികാസം എന്നാണ്. ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി മഹത്തായ കാര്യക്ഷമത, വലിയ കാര്യക്ഷമത, ആൻഡ് പ്രോസ്പിരിറ്റി സമ്പൽ സമൃദ്ധി അഭിവൃദ്ധി എന്നൊക്കെ പറയാം. നല്ല കാര്യക്ഷമത ഉണ്ടാകണം, സമ്പൽ സമൃദ്ധി ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് വികസിക്കണം, അഭിവൃദ്ധിയും കാര്യക്ഷമതയൊക്കെ വികസിക്കണം എന്നുള്ളതാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് വർക്കേഴ്സിനെ എപ്പോഴും മാനേജ്മെന്റ് തിരഞ്ഞെടുക്കേണ്ടത് ശാസ്ത്രീയമായിട്ടായിരിക്കണമെന്നാണ്. ഈച്ച് പേഴ്സൺ ഷുഡ് ബി സെലക്ടഡ് സയന്റിഫിക്കലി. Thereafter, the worker should be assigned to that person according to his mental, physical and intellectual capabilities. Intellectual എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കഴിവ്. വർക്കേഴ്സിനെ സയന്റിഫിക് ആയിട്ട് തിരഞ്ഞെടുക്കണം. ഒരു വർക്കറെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? He should be selected scientifically. After that selection, he should be given a task. He should be given a work. Work should be assigned to him according to his mental, intellectual and physical capabilities. അയാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അയാളുടെ കഴിവ് അനുസരിച്ച്, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ, അതായത് ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ള ആളാണ്, ശാരീരികപരമായ കഴിവ്, ഇതൊക്കെ നോക്കി വേണം വർക്ക് കൊടുക്കാനെന്നുള്ളത്. ഇപ്പോഴ് കേരളത്തിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള വ്യക്തികൾ പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്നു. ധനകാര്യ വകുപ്പ് തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രവീന്ദ്രനാഥ്, ഇങ്ങനെ വ്യത്യസ്ത ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ജോലി കൊടുക്കുമ്പോൾ ഇന്ന ജോലി കൊടുത്താൽ ആ വ്യക്തി നന്നായി ആ ജോലി ചെയ്യും എന്ന് നോക്കി വേണം ജോലി കൊടുക്കാൻ. ആ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വർക്കേഴ്സിനെ സയന്റിഫിക് ആയിട്ട് തിരഞ്ഞെടുത്ത് അവരുടെ കഴിവനുസരിച്ച് ജോലി അസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ്, ഇറ്റ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ് ടു ഹിം. That person should be given proper training. The management should make necessary arrangement for giving proper training. ശരിയായ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം വർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അസൈൻ ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ പരിശീലനം ആ വ്യക്തിക്ക് നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിശീലനവും ലഭിക്കേണ്ടതാണ്. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.